മൈഗ്രെയിൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? മരുന്ന് കുടിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈഗ്രെയിൻ വരാൻ കാരണം? ഒരുപാട് ടെസ്റ്റുകൾ നടത്തി, ഒരുപാട് മരുന്ന് കുടിച്ചു, പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഈ മരുന്ന് കുടിക്കാതെ ഈ മൈഗ്രെയിൻ മാറുന്നില്ല എന്ന് പലരുടെയും ഒരു പ്രയാസമാണ്, ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നത്? മരുന്നില്ലാതെ ഇത് മാറാൻ നമുക്ക് സാധ്യതയുണ്ടോ? എന്തൊക്കെ നമ്മൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹോസ്പിറ്റൽ, കൊടുവള്ളി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മൈഗ്രെയിൻ വരുന്നത്? ചില ആളുകൾ ശക്തമായ തലവേദന വരും, നല്ലോണം ഛർദ്ദിക്കാൻ വരും, ഒരു ഓക്കാനം വരും. ചില ആൾക്ക് ഛർദ്ദിക്കൂല, പക്ഷേ എന്ത് ഉണ്ടാവും? വയറിൽ ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു സൗണ്ട് കേട്ടാൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു പ്രയാസം, ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യുക, പെട്ടെന്ന് ദേഷ്യം വരിക. അതേപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് വന്നാൽ തന്നെ അതുപോലും സഹിക്കാൻ പറ്റാത്തത്രത്തോളം ഈ ഒരു തലവേദന നമ്മളെ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നല്ല. ചില ആളുകൾക്ക് ഇപ്പോൾ ഇതല്ലാതെ തലവേദന ഉണ്ടാവും, സൈനസൈറ്റിസിൻ്റെ തലവേദന വരിക. അതേപോലെ തന്നെ മറ്റെന്തെങ്കിലും കാരണത്താൽ CTS റിലേറ്റഡ് ആയിട്ടുള്ള ചില ആളുകൾക്ക് ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തലവേദനയിൽ നിന്ന് ഭീകരമാക്കുന്നൊരവസ്ഥയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ്. അതായത് നമുക്ക് വെളിച്ചത്ത് നോക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, എല്ലാവരോട് ദേഷ്യപ്പെടുക, ഒരു സൈലൻ്റായിട്ട് ഒരു ഇരുട്ടുള്ള മുറിയിൽ മണിക്കൂറുകളോളം നമുക്ക് പിന്നീട് അത് മാറണമെന്നുണ്ടെങ്കിൽ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തലവേദനയ്ക്കൊരു റീസൺ? അത് മാത്രമല്ല, 20 വർഷമായിട്ട് മിക്ക ആളുകൾ, ഈ അടുത്ത ക്ലിനിക്കിൽ നമ്മൾ വന്നത് ഒരു കേസ് ഉണ്ടായിരുന്നു, 30 വർഷമായിട്ട് അവർ മെഡിസിൻ കഴിക്കുന്നുണ്ട് ഡോക്ടറെ, ഇത് മാറാൻ വല്ല വഴിയുണ്ടോ എന്നുള്ളത്. ചിലപ്പോൾ തലവേദന സ്റ്റാർട്ട് ചെയ്താൽ 3-4 ദിവസം കണ്ടിന്യൂ ആയിട്ട് ആ വേദന ഇങ്ങനെ എപ്പോഴും ഉണ്ടാകുന്നു. ഉറക്കിലും തലവേദനയുണ്ട്, ഇരുത്തത്തിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ഒരു ഹെഡേക്ക് വരുന്നത് കൊണ്ട് മിക്ക ആളുകൾക്കും വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അതേസമയം ഒരു തെറ്റിദ്ധാരണ കൂടെയുണ്ട്, ഈ തലവേദന കൂടുതലും അല്ലെങ്കിൽ ഇങ്ങനെ പ്രയാസപ്പെട്ട് വരാൻ കാരണമെന്ന് പറയുന്നത് ഈ ഒരു പാരൻസിലൂടെ അല്ലെങ്കിൽ അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അങ്ങനെ പാരമ്പര്യമായിട്ട് ഇതിനൊരു സാധ്യതയുണ്ടോ എന്നുള്ളത് പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ചെറിയ രൂപത്തിലുണ്ട്, പക്ഷേ അത് മാത്രം അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു മൈഗ്രെയിൻ എന്ന് പറയൽ അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയലോട് കൂടിയിട്ട് അതൊരു ട്രീറ്റ്മെൻറ്റ് ഇല്ല, ഇതിങ്ങനെ കാലാകാലം മെഡിസിനായിട്ട് കഴിക്കേണ്ടതാണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ധാരണ വരാൻ കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പല ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കും, CT സ്കാൻ എടുത്തിട്ടുണ്ടായിരിക്കും, നോർമലാണ്. അതേപോലെ കഴുത്തിന് MRI സ്കാൻ എടുത്തിട്ടുണ്ടായിരിക്കും, അത് നോർമലാണ്. അപ്പോൾ ലാസ്റ്റ് മൈഗ്രെയിൻ ആണ് കേട്ടോ എന്ന് പറയലോട് കൂടിയിട്ട് ആ ഒരു മൈഗ്രെയിൻ സെക്ഷനിലേക്ക് ആ രോഗിയെ അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് മാറലോട് കൂടിയിട്ട് അത് കാലാകാലം മെഡിസിൻ കഴിക്കണം, മൈഗ്രെയിൻ മാറാത്തതാണ് എന്നുള്ളൊരു തെറ്റായൊരു ധാരണയുണ്ട്. ആ ധാരണ പിശക് മാറ്റൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. നമ്മളെ ലൈഫ് സ്റ്റൈൽ മാറ്റിയാൽ തന്നെ, കുറഞ്ഞ മെഡിസിനൊക്കെ എടുത്താൽ തന്നെ നമുക്കെന്ത് ചെയ്യാം? ഈ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് തന്നെ മിക്ക കേസുകളും നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ മൈഗ്രെയിൻ വരാൻ കാരണം എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന സോഴ്സ്, ഇതിൻ്റെ ഒരു തുടക്കം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ഹെൽത്താണ്. നമ്മുടെ വയറ്റിലുള്ള ചെറുകുടൽ, വൻകുടൽ, സ്റ്റൊമക്ക്, ഇങ്ങനെയുള്ളൊരു ദഹന വ്യവസ്ഥയും ഈ മൈഗ്രെയിനും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള റിലേഷൻ ഉണ്ട്. ഇവ തമ്മിൽ ഭയങ്കരമായിട്ടൊരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിലൂടെയാണ് ആക്ച്വലി നമുക്ക് എന്ത് സംഭവിക്കുന്നത്? തലവേദന വരുന്നത്. അതിന് ചെറിയൊരു ഉദാഹരണം കൂടെ മനസ്സിലാക്കുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞ ആളുകൾക്ക് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും? നല്ല ആശ്വാസം ഉണ്ടായിരിക്കും, ആ തലവേദനയ്ക്ക് നല്ല മാറ്റം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ചില ആളുകൾ എന്ത് ചെയ്യാറുണ്ട്? ഈ തലവേദന വരുന്ന ഒരു അവസ്ഥ, ഈ തലവേദന വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വിരലിട്ടിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗ്ഗത്തിലൂടെ ഛർദ്ദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കിയിരിക്കും. കാരണം അത് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് വയറിൽ നിന്നുള്ള കുറച്ച് രസങ്ങൾ അല്ലെങ്കിൽ വയറ്റിലുള്ള ഒരു സംഗതി പുറത്തേക്ക് കളഞ്ഞാൽ തലയിലുള്ള വേദന മാറുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന നമ്മുടെ തലയും നമ്മുടെ തലച്ചോറും അല്ലെങ്കിൽ നമ്മുടെ തലയും തമ്മിലുള്ള ഒരു ലിങ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് ഇതിൽ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത വന്നാൽ എന്ത് ചെയ്യും? നമുക്ക് നമ്മുടെ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും. അതേസമയം നമ്മുടെ വയറ്റിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ, അതേപോലെ ശോധനയില്ലാത്ത ബുദ്ധിമുട്ടുകൾ, അങ്ങനെ എന്തെങ്കിലും ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത കണ്ടീഷന്, എന്തെങ്കിലും മൂഡ് ഡിസോർഡർ ആയിട്ടുള്ള കണ്ടീഷന്,
ഇങ്ങനെയുള്ള അവസ്ഥകളുണ്ടായിരിക്കും. അതായത് തലച്ചോറിൽ തല സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ വയറ്റിലും പ്രയാസങ്ങളുണ്ടായിരിക്കും. വയറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും എന്നുള്ള. അപ്പോൾ ഇവ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ലിങ്ക് അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സ്ട്രോങ് അങ്ങനെ വരാൻ കാരണം എന്നുള്ളത് പലരും മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെയാണ്. അതായത് നമ്മുടെ വയറ്റിൽ ഈ പറഞ്ഞ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരുപാട് ചെറിയ ബാക്ടീരിയകൾ, ഒരുപാട് മൈക്രോബ്സുകളുണ്ട്. ഈ മൈക്രോബ്സ് ഒരുപാട് കോളനികളായിട്ട് ഫോം ചെയ്യുന്നതാണ്. അപ്പോൾ പല ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഈ മൈക്രോബ്സുകളൊക്കെ എന്തിനാണ് എൻ്റെ ശരീരത്തിൽ, ഇവർക്ക് ബാക്ടീരിയകളല്ല പ്രശ്നമല്ല എന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു മൈക്രോബയോമിൻ്റെ അല്ലെങ്കിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശരിയായ രീതിയിൽ ദഹിക്കുന്നത്, ശരിയായ രീതിയിൽ ന്യൂട്രീഷൻസ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെയുള്ള ഈ മൈക്രോബ്സുകൾ ഒരുപാട് കെമിക്കൽസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് മീഡിയേറ്റേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ഇൻഫെക്ഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സംഗതി കൂടെയാണ് ഈ ഒരു മൈക്രോബയോം, അല്ലെങ്കിൽ വയറ്റിലുള്ള ഈ പറയുന്ന ചെറിയ ബാക്ടീരിയകൾ എന്ന് പറയുന്ന ഈ ബാക്ടീരിയൽ കോളനികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രവർത്തന ഫലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്രെയിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ എന്ത് ചെയ്യും, ഈ മൈക്രോബയോംസ് അല്ലെങ്കിൽ ബാക്ടീരിയകൾ ഒരുപാട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കെമിക്കൽസ് കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അതായത് നെർവ് സ്റ്റിമുലേഷൻസ്, നാഡികളെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന, നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെയുള്ള കെമിക്കൽസ് തന്നെയാണ് ഈ ബാക്ടീരിയയും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ബാക്ടീരിയ എന്തെങ്കിലും കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യാൽ അത് നമ്മുടെ ശരീരത്തിലുള്ള നാഡീ വ്യവസ്ഥയിൽ എന്ത് ചെയ്യും, അത് എഫക്റ്റ് ചെയ്യും. അത് നല്ല രീതിയിൽ തന്നെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ചില കണ്ടീഷനുകളിൽ, ചില സന്ദർഭങ്ങളിൽ, അതായത് നമ്മുടെ ശരീരത്തിൽ പ്രോപ്പറായിട്ട് ആ മൈക്രോബയോം ആക്റ്റീവ് അല്ല, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും, വേണ്ടാത്ത മൈക്രോബയോംസ് വന്നു കഴിഞ്ഞാൽ, ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയകളൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിയായൊരു ദഹന വ്യവസ്ഥ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള പല അസ്വസ്ഥതകൾ അവിടുത്തെ ഒരു എൻവയോൺമെൻറ്റ്, ഒരു ഡിസ്ബയോസിസ് നടക്കുകയെന്ന് പറയും. ആ ഒരു ഡിസ്ബയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കെമിക്കൽസിലൊക്കെ മാറ്റങ്ങൾ വരും. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരുപാട് കെമിക്കൽസിൻ്റെ കൂടെ തന്നെ അതിൻ്റെ പ്രവർത്തന ഫലമായിട്ട് ദഹന വ്യവസ്ഥകൾ മാറ്റം വരും. ശരിയായ രീതിയിൽ ദഹനം നടക്കില്ല. അങ്ങനെ പൈൽസ് പോലെയുള്ള പ്രശ്നങ്ങൾ വരും. IBS IBD പോലെയുള്ള പ്രശ്നങ്ങൾ വരും. അങ്ങനെ ഒരുപാടൊരു നീണ്ട നിരയുടെ ഒരു അസുഖങ്ങൾ തന്നെ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം, അപ്പോൾ അങ്ങനെയുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കെമിക്കൽസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ത് സംഭവിക്കും, ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വാഗസ് നെർവിലൂടെ നമ്മുടെ ബോഡിയിൽ തലച്ചോറിനെ അത് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തലയിൽ ഭയങ്കരമായിട്ടുള്ള പെയിൻഫുൾ കണ്ടീഷൻ ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് സെറോട്ടോണിൻ, ഉറക്കമില്ലാത്ത കണ്ടീഷൻ. എന്തുകൊണ്ടാണ് ഉറക്കമില്ലാത്തത്? അപ്പോൾ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ, കുടലിൻ്റെ ഉള്ളിൽ ഒരു ഡിസ്ബയോസിസ് നടന്നു കഴിഞ്ഞാൽ, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് അവിടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇൻ്റർലൂക്കിൻസ് ഒക്കെ എന്ത് ചെയ്യും, കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ അവിടെ ഉണ്ടാകുന്ന ചെറിയ ലൈനുകളൊക്കെ ഉണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ വേണ്ടതായിട്ടുള്ള മിനറൽസുകൾ, വൈറ്റമിൻസുകൾ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന അവിടെയുള്ള ലൈനുകളൊക്കെ എന്ത് ചെയ്യും, അവിടെ ചെറിയൊരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാക്കലോട് കൂടിയിട്ട് അതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ടൈറ്റ് ജംഗ്ഷനുകളൊക്കെ ഉണ്ട്. ആ ടൈറ്റ് ജംഗ്ഷനൊക്കെ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്ത് പോയിട്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വേസ്റ്റുകളായിട്ടുള്ള പല മെറ്റീരിയലുകളും ടോക്സിൻസുകളും എന്ത് സംഭവിക്കും, നമ്മുടെ ബ്ലഡിലേക്ക് കടക്കാൻ കാരണമാകും. അതിലൂടെ മറ്റു പല അസ്വസ്ഥതകളുണ്ടാകും. കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകുന്നൊരു സംഗതി കൂടെയാണ് ഈ പറഞ്ഞിട്ടുള്ള മൈഗ്രെയിൻ എന്ന് പറയുന്ന തലവേദന. അത് ഒരു കാരണമാണ്, ഈ പറഞ്ഞിട്ടുള്ള ഗഡ് മൈക്രോബയോം ആക്സസിൻ്റെ ഒരു കാരണമാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് കാരണമായിട്ട് മൈഗ്രെയിൻ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി മറ്റൊരു റീസണും കൂടെ ഇതുണ്ട്, ഇതിനോട് ചേർത്ത് പറയേണ്ടത്, കൂടുതലായിട്ട് പറയേണ്ട ഒരു സംഗതിയാണ് നമ്മുടെ വയറ് ഇതുമായിട്ട് ഭയങ്കര ലിങ്ക് ചെയ്ത. വയറ് എന്ന് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയാൻ കാരണം, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം എത്തിച്ചേരുന്ന ഒരു ഷേപ്പിലായിട്ടുള്ള ഈ ഭാഗത്തുണ്ടാകുന്ന സാധാരണ സ്റ്റൊമക്ക് എന്ന് വിളിക്കുന്ന വയറാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ആ ഒരു സ്റ്റൊമക്കിന് ഈ പറഞ്ഞ ഈ നമ്മുടെ ഗട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റൊമക്കിന് എന്തുണ്ട്, ഈ മൈഗ്രെയിനുമായിട്ട് ഭയങ്കര ലിങ്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഞാൻ തുടക്കത്തിൽ ആ ഒരു ഛർദിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞ സ്റ്റൊമക്കിന് ഒരു ലിങ്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ബാക്ടീരിയ ഉള്ളതുപോലെ വയറ്റിലും ഉണ്ടൊരു ബാക്ടീരിയ, H. പൈലോറിക് ബാക്ടീരിയ എന്ന് പറയും. ഈ H. പൈലോറിക് ബാക്ടീരിയയുടെ അമിതമായിട്ടുള്ള പ്രവർത്തനം കാരണമായിട്ട് മിക്ക ആളുകളിൽ കണ്ടുവരുന്നൊരു ബാക്ടീരിയയാണ് H. പൈലോറിക്. പക്ഷേ ചില ആളുകളിലേ എന്തുണ്ടാകുള്ളൂ, അത്
ആക്റ്റീവായിട്ടുണ്ടാവും, അത് നല്ലതായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തിക്കുന്ന ഒരു എച്ച് പൈലോറി കോളനി നമ്മുടെ സ്റ്റൊമക്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ട് ഹൈപ്പർ അസിഡിറ്റി മിക്ക ആളുകൾക്ക് ഉണ്ടാകും. ചില ആളുകൾക്ക് ഹൈപ്പോ അസിഡിറ്റി ഉണ്ടാകും. അതായത് ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി എന്ന് പറഞ്ഞാൽ അസിഡിറ്റി നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു കണ്ടീഷനാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഹൈപ്പോ അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസിഡിറ്റി കുറവ്, അതായത് നമുക്ക് ദഹനം നടക്കണം എന്നുണ്ടെങ്കിൽ ദഹന രസങ്ങൾ വേണമല്ലോ അല്ലേ. അപ്പോൾ ഒരു ദഹന രസങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് HCl എന്നുള്ള ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചില കണ്ടീഷനുകളിൽ ഈ ഒരു ബാക്ടീരിയയുടെ പ്രവർത്തന ഫലമായിട്ട് എന്ത് സംഭവിക്കും, അസിഡിറ്റി നന്നായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ചില ഭാഗങ്ങളിൽ ഏതെങ്കിലും അത് സ്റ്റൊമക്കിൻ്റെ ചില ഭാഗങ്ങളുണ്ട്, ഫണ്ടസ് ബോഡി എന്ന് പറയുന്ന ഭാഗമുണ്ട്, അവിടെ ആക്ട് ചെയ്യുന്നതുണ്ട്. അതേപോലെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ആൻട്രൽ റീജിയൻ, നമ്മുടെ ഇൻറ്റസ്റ്റൈനോട് ചേർന്നിട്ടുള്ള ചെറുകുടലിലേക്ക്, അതായത് വയറിൽ നിന്ന് ചെറുകുടലിലേക്ക് കടക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആക്ട് ചെയ്യും. ഏത് ഭാഗത്താണോ അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആക്റ്റീവായിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാകുന്നത്, ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ടാകുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ടും ഹൈപ്പോ അസിഡിറ്റി കാരണമായിട്ടും തലവേദന ഉണ്ടാകാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൈപ്പർ അസിഡിറ്റിയാണ്. അതായത് കൂടുതൽ ഛർദ്ദിക്കാൻ വരുന്ന ടെൻഡൻസി, വയറുകാളിച്ച നന്നായിട്ടുണ്ടാവുക. എപ്പോഴും ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നന്നായിട്ട് വീണ്ടും തീരെ ഭക്ഷണം ഒന്നും കഴിക്കാത്ത പോലെ നന്നായിട്ട് വിശക്കുക, തല ചുറ്റുന്നത് പോലൊക്കെ അനുഭവപ്പെടുക, നന്നായിട്ട് ക്ഷീണം വരിക, വയറുവേദന വരിക. പിന്നെ അതുപോലെ ചില ആളുകൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ടോയ്ലറ്റിൽ പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടാവുക. ഇങ്ങനെയുള്ള പല അസ്വസ്ഥതകളും ഹൈപ്പർ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഹൈപ്പർ അസിഡിറ്റി ആക്ഷൻ കാരണം അല്ലെങ്കിൽ എച്ച് പൈലോറിക്കിൻ്റെ ആക്ഷൻ കാരണം മിക്ക ആളുകൾക്കും ഈ ഹൈപ്പർ അസിഡിറ്റി കാരണം വാഗസ് നെർവിൽ ചെറിയ സ്റ്റിമുലേഷനുകൾ ഉണ്ടാകും. ഈ സ്റ്റിമുലേഷൻ കാരണം എന്ത് ചെയ്യും, തലയിൽ ഭയങ്കരമായിട്ടുള്ള ഹെഡേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ദഹനരസങ്ങൾ കൂടുന്നു. ആ ദഹനരസങ്ങൾ കൂടുന്നതിൻ്റെ തൽഫലമായിട്ട് നമ്മുടെ അബ്നോർമൽ ആയിട്ട് കൂടുന്നതിൻ്റെ തൽഫലമായിട്ട് അബ്നോർമൽ സിഗ്നലുകൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നു. അത് ഭയങ്കരമായ ഇറിറ്റേഷനുകൾ, പെയിൻഫുൾ കണ്ടീഷൻ ഉണ്ടാക്കുന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഛർദ്ദിക്കുന്ന സമയത്ത് ആ ദഹനരസങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ തലവേദന കുറയും, വേദനയ്ക്ക് നല്ല ശമനം ഉണ്ടാകും. അപ്പോൾ കാരണം എന്താണ്, നമ്മൾ ആ ഒരു വയറ് പ്രോപ്പർ ആവലോട് കൂടിയിട്ട് തലവേദന മാറി എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എപ്പോഴാണ്, ഞാൻ നേരത്തെ പറഞ്ഞു മിക്ക ആളുകൾക്കും ഈ എച്ച് പൈലോറിക്ക് ആക്ഷൻ എന്തുണ്ട്, എച്ച് പൈലോറിക് നമ്മുടെ ബോഡിയിലുണ്ട്, പക്ഷേ ചില ആളുകൾക്ക് മാത്രം ഇത് ആക്റ്റീവ് ആകുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആക്റ്റീവ് ആകാൻ കാരണം? അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗട്ട് വയറിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഗട്ട് മൈക്രോബയോം എന്ന് പറഞ്ഞ ഒരു എൻവയോൺമെൻറ്റ്, ആ എൻവയോൺമെൻറ്റ് ഡിസ്ബയോസിസ് നടക്കാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഒരു കാരണങ്ങളാണ് ആക്ച്വലി എന്ത് സംഭവിക്കാനുള്ളൊരു കാരണം, ഈ പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത്. അതിൽ നമ്മളെപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമാണ്, ഒന്നെന്താണ്, മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ, ടെൻഷൻ വരിക, ഡിപ്രഷനൊക്കെ ആവുക, മാനസികമായി അസ്വസ്ഥതകൾ ഉണ്ടാകുക എന്നുള്ളത്. എന്താണ് ഈ മാനസികവും ഈ പറഞ്ഞിട്ടുള്ള വയറും തലവേദന നമ്മൾ കണക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ അവസ്ഥകളൊക്കെ തന്നെയാണ്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും മാനസികമായിട്ടൊരു ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, ഒരു മനസ്സമാധാനം ഇല്ലാത്തൊരു കണ്ടീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രെയിനിൽ പല കെമിക്കൽസുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ആ ഒരു ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ബ്രെയിനിൽ അങ്ങനെയുള്ള എഫക്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൽഫലമായിട്ട് നമ്മുടെ വയറ്റിൽ പല അസ്വസ്ഥതകളും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ സ്റ്റൊമക്കിൽ, നമ്മുടെ നേരത്തെ പറഞ്ഞത് കുടലിൽ ഉണ്ടാകുന്ന അവസ്ഥകളാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മാനസികമായിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഈ എച്ച് പൈലോറിക്ക് ആക്റ്റീവ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ ഇവ എന്ത് ചെയ്യും, ഈ ഒരു ടെൻഷൻ കാരണം നമ്മുടെ സ്റ്റൊമക്കിലുള്ള പല ട്രിഗറിങ് പോയിന്റുകളുണ്ട്. ഈ ടെൻഷൻ കാരണം എന്ത് ചെയ്യും, സ്റ്റൊമക്കിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ചില ആളുകൾ ടെൻഷൻ അടിച്ചാൽ നല്ല വിശപ്പ് ഫീൽ ചെയ്യും, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് എന്ത് ചെയ്യും, വിശപ്പ് അല്ലെങ്കിൽ ടെൻഷൻ മാറ്റുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ്, അത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്റ്റിമുലേഷൻ കാരണമായിട്ടാണ്. അപ്പോൾ നന്നായിട്ട് ടെൻഷനുള്ള ആളുകൾ, മാനസിക സമ്മർദ്ദമുള്ള ആളുകൾക്ക് മൈഗ്രെയിൻ വരാനുള്ളൊരു പ്രധാന കാരണം ഈ ഒരു പാത്വേ, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ള ഒരു പാത്വേ കാരണമായിട്ട് പ്രധാനമായിട്ടും ഈ ഒരു മൈഗ്രെയിൻ വരാനുള്ളൊരു കാരണം എന്നുള്ളത്. ഇനി മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അമിതമായിട്ടുള്ള സ്പൈസസുകൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല എരിവുള്ള ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്ക് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല
നല്ല വയറുവേദന ഉണ്ടായിരിക്കും, വയറ് കാളിച്ചായിട്ടുണ്ടായിരിക്കും, നല്ല മുടി കൊഴിച്ചിലുണ്ടായിരിക്കും. സ്ത്രീകളൊക്കെ ആണെങ്കിൽ ലൂക്കോറിയ പോലെയുള്ള പ്രശ്നങ്ങൾ ഈ മൈഗ്രെയിനോട് ചേർന്നിട്ടുണ്ടാകാറുണ്ട്. അതേപോലെ പീരീഡ്സിൻ്റെ സമയത്ത് നല്ല പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെയുള്ളൊരു ഹൈപ്പർ അസിഡിറ്റി ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള സുർക്ക പോലെയുള്ള വിനാഗിരി പോലെയുള്ളതൊക്കെ എന്ത് ചെയ്യും, അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എരിവ് നല്ല സ്പൈസസുകൾ കൂടുതലായിട്ട് കഴിക്കുക. ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ട്രിഗറിങ് പോയിന്റുകൾ ഉണ്ടാക്കുന്നതാണ്. ചില ആളുകൾ അതുപോലെ ബീഫ് കഴിച്ചാൽ അല്ലെങ്കിൽ നോൺ വെജ് കഴിച്ചാൽ എന്ത് സംഭവിക്കും, ഈ ട്രിഗറിങ് പോയിന്റ് ആക്റ്റീവ് ആകും. ഈ ദഹനരസങ്ങൾ പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ദഹനം നടക്കാത്തത്. അപ്പോൾ വയറ്റിൽ ഭയങ്കര അസ്വസ്ഥതകൾ ഉണ്ടാകും. ഇതിന് കൂടെ തന്നെ മൈഗ്രെയിൻ്റെ കൂടെ തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ടതാണ് ചില ആളുകൾക്ക് ഉറക്കമില്ലാത്ത, ഞാൻ ഇടയിൽ പറഞ്ഞൊരു വിഷയം കൂടെയാണ്, ഉറക്കമില്ലാത്ത കണ്ടീഷൻ ഉണ്ടാവുക, ടെൻഷൻ ഉണ്ടാവുക. ചില ആളുകൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ബോഡിയിലൊക്കെ ഇച്ചിങ് ഉണ്ടായിരിക്കും, ഒരു സ്പെസിഫിക് പാർട്ടിലായിരിക്കും, ശരീരം മുഴുവൻ ഒരു കുത്തുന്ന പോലെ, പിന്നെടുത്ത് കുത്തുന്ന പോലെയൊക്കെ ഒരു എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ, ഒരു ഇച്ചിങ് വന്നു കഴിഞ്ഞാൽ മറ്റു പല സിംറ്റംസുകളായിട്ടൊന്നും ഉണ്ടായിരിക്കില്ല, എന്തെങ്കിലും അടയാളങ്ങളൊന്നും പറയത്തക്ക രീതിയിൽ ഉണ്ടായിരിക്കില്ല, പക്ഷേ ഭയങ്കര ഒരു സെൻസേഷൻ നന്നായിട്ടുണ്ടായിരിക്കും. അതെല്ലതും ഈ പറഞ്ഞതുപോലെയുള്ള ഗട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന അസ്വസ്ഥതകളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മൈഗ്രെയിൻ്റെ ഒരു വിഷയത്തിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വയറ് സംബന്ധമായിട്ടുള്ള ആ ഒരു ഏരിയ നിർബന്ധമായിട്ട് പ്രോപ്പറായിട്ടാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ലേറ്റായിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഹൈപ്പർ അസിഡിറ്റി നന്നായിട്ട് വരും, വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് വരും, മൈഗ്രെയിൻ വരും. അപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് പറയാറുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, സമയത്തിന് ഫുഡ് കഴിക്കണം എന്ന് നിർദ്ദേശം നൽകും. അതേപോലെ ഉറക്കം കുറവുള്ള ആളുകൾക്ക് മൈഗ്രെയിൻ വരും. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും, ഗട്ട് പെർമിയബിലിറ്റി നന്നായിട്ട് ബാധിക്കും, അവിടെ ഡിസ്ബയോസിസ് നടക്കും. അതേപോലെ തന്നെ എച്ച് പൈലോറിക് ബാക്ടീരിയ ഒക്കെ ആക്റ്റീവ് ആകാൻ അത് കാരണമാകും. അതുമൂലം എന്ത് സംഭവിക്കും, ഹൈപ്പർ അസിഡിറ്റിയും ഡിസ്ബയോസിസും ഒക്കെ സംഭവിക്കും. ഗട്ട് മൈക്രോബയോമിനെ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. അത് കാരണമായിട്ട് മൈഗ്രെയിൻ വരും. അപ്പോൾ അതുകൊണ്ട് ഡോക്ടേഴ്സ് പറയും നിങ്ങൾ സമയത്തിന് വേണ്ട രീതിയിൽ ഉറങ്ങണം. നൈറ്റ് ലൈഫൊക്കെ കൂടുതൽ എൻജോയ് ചെയ്യുന്നവർ, അമിതമായിട്ട് രാത്രി സമയത്ത് ഭക്ഷണം കഴിക്കുന്നവർ, ഇവരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഏതൊക്കെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ ഈ ഗട്ട് മൈക്രോബയോമിൻ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ അതെല്ലാം തന്നെ ഗ്രാജ്വലി എന്ത് സംഭവിക്കും, നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്ന ഈ കെമിക്കൽസിനെ ബാധിക്കും. മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചില ആൾക്ക് ഇൻസോംനിയ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും, ചില ആൾക്ക് അലർജിക് ഇഷ്യൂസുകൾ നന്നായിട്ട് ഫോം ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മൈഗ്രെയിൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഗട്ട് ബ്രെയിൻ ആക്സിസിനെ അഫക്റ്റ് ചെയ്യുന്ന യാതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതിലൊന്നാമത് ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിരുന്നുണ്ട്, അല്ലെങ്കിൽ സൽക്കാരമുണ്ട്, കല്യാണമുണ്ട്, നിങ്ങളതിൽ പങ്കെടുത്തോളൂ. പക്ഷേ എന്ത് ശ്രദ്ധിക്കണം, അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സ്പൈസസുകൾ പരമാവധി ഭക്ഷണത്തിൽ ഒഴിവാക്കണം. അതേപോലെ തന്നെ സമയത്തിന് ഫുഡ് കഴിക്കാനും കൂടെ ശ്രദ്ധിക്കണം. സമയത്ത് ഫുഡ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ശരീരം കൂടുതലായിട്ട് വിശക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണത്തിന് നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു സിഗ്നലാണ് ആക്ച്വലി എന്ത് സംഭവിക്കുന്നത്, ആ ഒരു വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ദഹനരസങ്ങൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ സമയത്ത് ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ദഹനരസങ്ങൾ ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് ഈ പറയുന്ന മൈഗ്രെയിൻ വരും എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം, സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ ഞാൻ മറ്റൊരു സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കുന്ന മെഡിറ്റേഷനുകളും മറ്റു കാര്യങ്ങളും നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം. അതേപോലെ ശോധനയ്ക്ക് കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല ശോധനയ്ക്കുള്ള സംവിധാനം കാണുക, നല്ല ഭക്ഷണങ്ങൾ കഴിക്കണം, ഒരു സമീകൃത ആഹാരം എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് മെഡിസിൻ തന്നെ നിർബന്ധമായിട്ട് ഇതിനെടുക്കണം എന്നൊന്നുമില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ വയറിന് എഫക്റ്റ് ചെയ്യാത്ത രൂപത്തിലുള്ള ഭക്ഷണങ്ങൾ, എക്സസൈസുകൾ, വെള്ളം കുടിക്കുന്ന ശീലങ്ങൾ, നല്ല ഉറക്കമുള്ള ശീലങ്ങൾ, ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അമിതമായിട്ട് നോൺ വെജ് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്പൈസസ് കഴിക്കുന്നുണ്ടെങ്കിൽ ഗട്ട് ഹെൽത്തിനെ ബാധിക്കും. നമുക്ക് ഈ പറഞ്ഞ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് വരും, തലവേദന വരും, മൈഗ്രെയിൻ വരും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം മിക്ക ആളുകളും ഒരു പെയിൻ റിലീവായിട്ടുള്ള മെഡിസിൻസ് മാത്രം കഴിക്കുന്നത്. ആ കഴിക്കലോട് കൂടിയിട്ട് ഒരു സിംറ്റമാറ്റിക് റിലീഫ് കിട്ടും. ഈ അടുത്ത് ഒരു ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു, അവർ ട്രെമഡോൾ എന്നുള്ളൊരു ഇഞ്ചക്ഷൻ മിക്ക ദിവസവും 2 നേരമൊക്കെ എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായിട്ട് വിശദീകരിച്ച്, അവർ ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കൂടെ, അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഈ ഒരു വിഷയങ്ങൾ അവർ ബോധ്യപ്പെടുത്തലോട് കൂടിയിട്ട്
അത് ശരിയായ രീതിയിൽ ഒരു കൺട്രോൾ ചെയ്യലോട് കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു മുമ്പുണ്ടായിരുന്ന സ്ട്രോങ് കുറഞ്ഞു. ഈ വിത്തിൻ വീക്സിൽ, ആഴ്ചകളിൽ, ഏകദേശം ഒരു 20 വർഷത്തോളമുള്ള തലവേദനകളാണ്. പക്ഷെ അതൊരു വിത്തിൻ വീക്സിൽ, ആഴ്ചകൾക്കുള്ളിൽ തന്നെ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ആ ഒരു വേദനയുടെ സ്ട്രോങ് തന്നെ കുറച്ച്. ചില ആളുകൾക്ക് 3 ദിവസം 4 ദിവസം കണ്ടിന്യൂയായിട്ട് വേദനയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് കുറച്ച് പതിയെ പതിയെ എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിസിൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മിക്ക കേസുകൾക്കും സാധിക്കുന്നതാണ്. ഇനി ഇതിനോട് ചേർത്ത് തന്നെ നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്, ചില സ്ത്രീകൾക്ക്, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സംഗതി കൂടെയാണ്, സ്ത്രീകൾക്ക് കൂടുതലായിട്ട് എന്തുണ്ടായിരിക്കും, ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെന്തുകൊണ്ടാണ്, അവർക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് വരാറോ, അതുപോലെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ റെഗുലേഷൻ, ഈ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ വരുന്ന സമയത്ത്, പീരീഡ്സിൻ്റെ സമയത്തൊക്കെ കൂടുതലായിട്ട് ഈ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അതിനും ഈ ഒരു ഇമ്പോർട്ടൻസ് നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ മൈക്രോബയോമും ഈ പറഞ്ഞ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈസ്ട്രജൻ ഹോർമോണിനൊക്കെ ബാധിക്കുന്ന ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോഴും ഒറിജിൻ ഇവിടെ തന്നെയാണ്, നമ്മുടെ വയറിൽ തന്നെയാണ്. അതേപോലെ ബോഡിയിൽ മാഗ്നീഷ്യത്തിൻ്റെ അളവ് കുറവുണ്ട്, വൈറ്റമിൻ B6 B12 ഒക്കെ കുറവുന്നുണ്ട്. അതേപോലെ വേണ്ടതായിട്ടുള്ള കെമിക്കൽസ് മിനറൽസിനൊക്കെ കുറവുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പീരീഡ്സിൻ്റെ സമയത്ത് ഭയങ്കരമായി സിവിയർ ക്രാമ്പിങ് ഉണ്ടായിരിക്കും. കൂടുതൽ ചിലപ്പോൾ നന്നായിട്ട് ഫ്ലോ ഉണ്ടായിരിക്കും, ചില ആൾക്ക് തീരെ ഫ്ലോ ഉണ്ടായിരിക്കില്ല. അതേപോലെ ഭയങ്കര ക്ഷീണം വരിക, നല്ല തലവേദന വരിക, ബാക്ക് പെയിൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ഛർദ്ദിക്കാൻ തോന്നുക. ഇങ്ങനെ മൈഗ്രെയിൻ സംബന്ധമായിട്ടുള്ള പല അസ്വസ്ഥതകളും പീരീഡ് സംബന്ധമായിട്ട് ഉണ്ടാകാറുണ്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് എടുക്കുക എന്നുള്ളതാണ്. ഈ ഹെൽത്തി ഡയറ്റിൽ അല്ലെങ്കിൽ ഈ മൈക്രോബയോമിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിർബന്ധമായിട്ടും വേണ്ട ഒരു സംഗതിയാണ് പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക് എന്നുള്ളത്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ദഹനത്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ബാക്ടീരിയൽ കോളനി എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ സ്റ്റൊമക്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെയൊക്കെ വീട്ടുകളിലൊക്കെ നമ്മൾ മാർക്കറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള തൈര് എന്ന് പറയുന്നത്. നല്ല അമിതമായിട്ട് പുളിയില്ലാത്ത തൈര് എന്ത് ചെയ്യണം, ഈ മൈഗ്രെയിൻ ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, അത് ഭക്ഷണത്തിൽ സലാഡുകളായിട്ടും അല്ലാത്ത രൂപത്തിലൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അത് വളരെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നന്നായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എന്ത് വേണം, ഫൈബർ കണ്ടൻറ്റുകൾ നിർബന്ധമായിട്ട് വേണം. ഈ ഫൈബറിനൊരു പ്രത്യേകതയുണ്ട്, ഈ നമ്മുടെ ശരീരം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഈ ഫൈബർ ഡൈജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഫൈബർ ഡൈജസ്റ്റ് ചെയ്യാത്തൊരു സാധനം നമ്മൾ ഡയറ്റിൽ ആഡ് ചെയ്യണത്, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എന്തുകൊണ്ടത് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫൈബറാണ് ആക്ച്വലി കൂടുതൽ ആൾക്ക് താല്പര്യമുള്ളത് നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോം അല്ലെങ്കിൽ ബാക്ടീരിയൽ കോളനിക്ക് ആവശ്യമുള്ളത്. അവരാണ് ഈ പറഞ്ഞ ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യേണ്ടത്. അവരുടെ ഒരു ഭക്ഷണമാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഫൈബർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട വിധേന ഫൈബേഴ്സ് ഒന്നും ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ബാക്ടീരിയൽ കോളനി നഷ്ടപ്പെട്ടു പോകും. നമ്മൾ കൂടുതലായിട്ട് മീറ്റ് കഴിക്കുന്നുണ്ട്, കൂടുതൽ ഷുഗർ കഴിക്കുന്നുണ്ട്, കൂടുതൽ അരി ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒന്നും കഴിക്കുന്നില്ല. എന്ത് സംഭവിക്കും, ഈ ഗട്ട് മൈക്രോബയോമിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. പൈൽസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാകും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകും, IBD ഉണ്ടാകും, IBS ഉണ്ടാകും, ഓട്ടോമ്യൂൺ ഡിസീസുകൾ ഉണ്ടാകും, വിറ്റ്ലിഗോ ഉണ്ടാകും, റിമാറ്റിക് ഡിസീസുകൾ ഉണ്ടായിരിക്കും, IG ഇൻക്രീസ് ചെയ്തിട്ട് അലർജിക് ഇഷ്യൂസുകൾ ഉണ്ടായിരിക്കും, ഉറക്കമില്ലാത്ത ഇൻസോംനിയ എന്നുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്ന ചില ആളുകൾ ഒരു കാരണവുമില്ലാതെ സങ്കടപ്പെട്ടിരുന്ന് കരയുന്നവരൊക്കെ ഉണ്ടാകും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിയില്ല. കാരണം അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഒരു എഫക്റ്റാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം ഒന്ന് ഈ പറഞ്ഞതുപോലെ ഫൈബർ കണ്ടൻറ്റുള്ള ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്, സമയത്തിന് ഫുഡ് കഴിക്കുന്നില്ല എന്നുള്ളതാണ്. അനാവശ്യമായിട്ടുള്ള ടെൻഷനുകൾ, ബേജാറുകൾ, ആവലാതികൾ ബ്രെയിനിന് എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഉറക്കം തീരെ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ വയറ്റിലുള്ള മൈക്രോബയോം നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഈ പറഞ്ഞ തലവേദന സമ്പൂർണ്ണമായിട്ട് തന്നെ മെഡിസിൻ ഇല്ലാതെ നമുക്ക് കൺട്രോളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇനി അഥവാ നിങ്ങൾ ഒരു തലവേദന വന്നാൽ നിങ്ങൾക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ കഴിയും. യെസ്, ഞാൻ ഇന്നലെ അമിതമായിട്ട് ഇങ്ങനൊരു സംഗതി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ തലവേദന വന്നു, അപ്പോൾ ഞാനത് ചെയ്യാൻ പാടില്ല. അങ്ങനെ സെൽഫായിട്ട് ഒരു പ്രിവെൻഷൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും മെഡിസിൻ എടുക്കണമെന്നില്ല, കാലാകാലം മെഡിസിനും മൈഗ്രെയിൻ എടുക്കണം എന്നില്ല. അപ്പോൾ എന്താണ് കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ ജനറ്റിക്കലി എന്ത് ചെയ്യാറുണ്ട്, ചെറിയ രൂപത്തിലേക്ക് മൈഗ്രെയിൻ പാരമ്പര്യമായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഈ
പീരീഡ്സിൻ്റെ സമയത്തുണ്ടാകുന്ന ചില അസ്വസ്ഥതകൾ, ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇംബാലൻസ് പ്രകാരമായിട്ട്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കാരണമായിട്ടൊക്കെ മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഈ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് നമ്മളെപ്പോഴും ഒരു കീപ്പ് ചെയ്യണം. ക്വാണ്ടിറ്റി അല്ല ഇമ്പോർട്ടൻറ്റ്, ക്വാളിറ്റിയാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ആ ഒരു ഭക്ഷണ പാത്രത്തിൽ ഫൈബറും മിനറും വൈറ്റമിൻസും ആവശ്യത്തിന് വെള്ളം എല്ലാതും ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയാണ്. ഇനി ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു സംഗതിയുണ്ട്. ചില ആളുകൾക്ക് ഹൈപ്പർ അസിഡിറ്റി, ഇതെല്ലാം ഇപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഗട്ട് മൈക്രോബയോം ആക്സസ് റിലേറ്റഡ് ആയിട്ടുള്ള, അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ സ്റ്റൊമക്കിൽ ഉള്ള ഹൈപ്പർ അസിഡിറ്റി കാരണമായിട്ട് ഈ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടെൻഷനും മറ്റു കാര്യങ്ങളൊക്കെ കൂടെ തന്നെ അമിതമായിട്ട് എരിവുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്നുള്ളത് തന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ സ്പൈസസുകൾ, ഇഞ്ചിയുടെ നീര്, അതുപോലെ വെളുത്തുള്ളിയുടെ നീര്, അങ്ങനെയുള്ള പല സ്പൈസസുകൾ എന്ത് ചെയ്യണം, ഹൈപ്പർ അസിഡിറ്റി കൂട്ടുന്ന അല്ലെങ്കിൽ സ്റ്റൊമക്കിന് ട്രിഗർ ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, എരിവ് കൂടിയ സ്പൈസസ് ആയിട്ടുള്ള ഈ സംഗതികളൊക്കെ മാറ്റി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് നന്നായിട്ട് തലവേദന, അല്ലെങ്കിൽ ഹൈപ്പർ അസിഡിറ്റി, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, അല്ലെങ്കിൽ വയറ് കാളിച്ച, വയറ് വേദന, അൾസർ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൈഗ്രെയിൻ എന്നുള്ളത് തലയിൽ ഉണ്ടാകുന്നൊരു വേദന അല്ലെങ്കിൽ ആ ഒരു സിംറ്റം മാത്രമാണ്. അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഒട്ടുമിക്ക കേസുകളും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ നമ്മുടെ ഗട്ട് മൈക്രോബയോം, വയറ് സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകളാണ്. ഇത് ഇന്നലെയും തുടങ്ങിയ റിസർച്ചുകളല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഗട്ട് മൈക്രോബയോം ആക്സസ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യുക. അത് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ട് നടക്കാൻ ശ്രദ്ധിക്കുക. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് എക്സസൈസുകളും അതുപോലെ മെൻ്റൽ വ്യായാമങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുക. എപ്പോഴും ഫ്രീ മൈൻഡിൽ ജീവിക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങണം. നൈറ്റ് ലൈഫുകളൊക്കെ എന്ത് ചെയ്യണം, മാറ്റണം. ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളൊക്കെ എന്ത് ചെയ്യുക, ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യേണ്ടി വരും, ചില ആളുകൾക്ക് മെഡിസിനൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് സമ്പൂർണ്ണമായിട്ട് തന്നെ മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് തലവേദന, ഡോക്ടർ എനിക്ക് ഇന്നാലൊരു പ്രശ്നം കൂടെയുണ്ട്, എനിക്ക് ഇന്നാലൊന്ന് ബുദ്ധിമുട്ടുണ്ട്, അലർജിക് ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് നല്ല മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല ലൂക്കോറി ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ PCOD പോലുള്ള പ്രശ്നങ്ങളുണ്ട്, ഡോക്ടർ ഇത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ടൊക്കെ പല ആളുകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഇനി കൂടുതൽ നിങ്ങൾക്ക് അറിയണം, ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരവും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടും ഇനി എല്ലാതുമായിട്ടുള്ള മറ്റു പല വിഷയങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.